ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ് സാൻഡ് ടൈമർ അല്ലെങ്കിൽ അവർ ഗ്ലാസ്. ഈ പേര് കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഇതിൻ്റെ സ്റ്റെപ്സും പഠിക്കാം, ഇതെന്താണ് സാധനം എന്നും മനസ്സിലാക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് മണൽത്തരി വേണം, അഥവാ സാൻഡ്. അപ്പോൾ അതെവിടെ നിന്ന് കിട്ടും? ബീച്ചിലൊക്കെ കാറ്റ് കൊള്ളാനൊക്കെ നൈസായിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു കവറിൻ്റെ അത് കുറച്ച് അങ്ങനെ എടുത്തുകൊണ്ട് വരാം. അതല്ലെങ്കിൽ വീട് പണിയൊക്കെ നടക്കുന്ന അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ വെച്ചാൽ ആ പൂഴി അരിച്ചെടുത്തതാണ്. അരിച്ചെടുത്ത പൂഴിൻ്റെ അകത്ത് കളർ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല വെയിലത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ സ്റ്റെപ്പ് അത് ചെയ്യും. ഞാനിപ്പോൾ അതിനായിട്ട് ബോട്ടിലിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത ആ ഒരു ഹാഫ് പോർഷൻ അതാണ് എടുത്തത്. ഇത് നമ്മൾ ഞാൻ ഈ കാണുന്ന പോലെ ആ രീതിക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതുണ്ടാക്കാൻ വലിയ പണിയാണെന്നൊന്നും വിചാരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ, കൈ മുറിയാതെ നോക്കണം. പിന്നെ കുട്ടികളൊന്നും ഇത് അനുകരിക്കുക. ഫാൻസിയിലൊക്കെ പോകുന്ന സമയത്ത് ഈ സാധനം കാണാറുണ്ട്. അവിടെ ഗ്ലാസിൻ്റെതാണ് കാണാറ്. പക്ഷേ ഇത് കൗതുകമായി തോന്നിയൊരു സാധനമാണെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചൊരു കാര്യമല്ല. എന്നാലും ഇതുണ്ടാക്കി സക്സസ് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷം. ഞാനെടുത്ത ബോട്ടിലിൻ്റെ രണ്ടും രണ്ട് ഷേപ്പാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ആ ഫ്രണ്ട് ഭാഗം വരുന്ന സ്ഥലത്ത് ഒരളവായിരുന്നാൽ മതി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഒരേ പോലത്തെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, എങ്ങനെയായാലും എടുക്കാം. പിന്നെ കളർ സാൻഡ് ആ ബോട്ടിലേക്ക് നിറച്ചിട്ട് ആ ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് സംഭവം ഒന്ന് മൊഞ്ചാക്കുന്നുണ്ട് ഞാൻ. ഹോളിടാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടക്കോല് ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പപ്പടക്കോലൊക്കെ എടുക്കുകയാണെങ്കിൽ മമ്മിയോടൊക്കെ ചോദിച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ അടി കിട്ടിയിട്ട് എന്നെ പറയരുത് കേട്ടോ. സംഭവം ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ ഇത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയണം. അപ്പോൾ സംഭവം ഇവിടെ സെറ്റാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഈ സാധനം ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മ ഉണ്ടോ? ഇതിനെപ്പറ്റി കൂടുതൽ ആലങ്കാരികമായി പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും സംഭവം സെറ്റാണ്. ഇതിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കാട്ടും അടിപൊളിയായിട്ട് ഒന്നും കൂടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ.